പിന്നെ പിന്നെ നിങ്ങൾക്ക് ചോദിച്ചാൽ പറ്റും അല്ലേ? അധികം വേണ്ട കേട്ടോ. തേർഡ് റേറ്റും അല്ല, അതൊന്ന് പറയുന്നത് ഇതൊന്നും അല്ല പ്രവർത്തനം. ഇതാണ് നിങ്ങൾ അമ്പലപ്പുഴയിലെ നിയുക്ത UDF MLA ജി സുധാകരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചതും അതിന് അദ്ദേഹം നൽകിയ മറുപടിയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഇടപെടലും ഇതിന്റെ ചില ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വളരെ രൂക്ഷമായ ഭാഷയിലാണ് ജി സുധാകരന്റെ ഭാര്യ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജി സുധാകരന്റെ ഭാര്യ അകത്തിരുന്നാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. പിന്നിൽ നിന്നാണ്, കർട്ടന് പിറകിൽ നിന്നാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ നാം അത് കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് BJP നേതാക്കളുമായും കോൺഗ്രസ് നേതാക്കളുമായും ഒക്കെ ആശയവിനിമയം നടത്തുന്നത് എന്ന വാർത്തയും നേരത്തെ പുറത്തു വന്നതാണ്. അതൊന്നും നിഷേധിക്കാൻ ജി സുധാകരൻ തയ്യാറായില്ല. പക്ഷെ ഇപ്പോഴിതാ ജി സുധാകരന്റെ ഭാര്യ രംഗത്തിറങ്ങിയിരിക്കുന്നു. ആദ്യം തന്നെ മാധ്യമപ്രവർത്തകരുടെ നേർക്കാണ്. മനീഷ് മഹിപാൽ അധികം വേണ്ട എന്നാണ് മാധ്യമപ്രവർത്തകനായ മനീഷ് മഹിപാലിനോട് പറയുന്നത് ജി സുധാകരന്റെ ഭാര്യ. അത് ഏറ്റുപിടിക്കുകയും ചെയ്യുന്നു ജി സുധാകരൻ. അതിനുശേഷം ജി സുധാകരൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് ഇടയിൽ പറയുന്നുണ്ട് തേർഡ് റേറ്റ് ചോദ്യമാണ് ഇത് എന്ന് പറയുന്നത് ജി സുധാകരന്റെ ഭാര്യ. അത് ഏറ്റെടുത്തതിന് ശേഷം തേർഡ് റേറ്റ് അല്ല, അതിനേക്കാളും താഴെയാണ് എന്ന് പറയുന്നു ജി സുധാകരൻ. എന്ന് വെച്ചാൽ ഇന്നലെ വരെ പിന്നാമ്പുറത്ത് നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ് ചെയ്തത് ജി സുധാകരന്റെ ഭാര്യ എങ്കിൽ ഇന്നിതാ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഒരു ഘട്ടത്തിൽ ജി സുധാകരനും ഭാര്യയും തമ്മിൽ ചെറിയ തർക്കമൊക്കെ പരസ്യമായി ഉണ്ടാക്കുന്നത് നാം കണ്ടതാണ്. എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് എന്ന് പരസ്യമായി വിളിച്ചു പറയുകയാണ് ജി സുധാകരന്റെ ഭാര്യ ചെയ്തത്. നമുക്ക് കാണാം ആ ദൃശ്യങ്ങൾ മുഴുവൻ. നിങ്ങൾക്ക് ഇപ്പൊ ഇത് പറയണം. അവരൊന്നും വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടോ? പറയണ്ടെന്ന് പറഞ്ഞ ശേഷം പിന്നെ അത് പറയാണ്. കണ്ടില്ലേ, നിങ്ങളെന്തോ അച്ചാരം വാങ്ങിയിട്ടുണ്ട്. ഇത് കൈവച്ചാൽ മതി, ഇതൊക്കെ കൈവച്ചാൽ മതി. അല്ല ഇതല്ല, ഈ സാധനം ഉള്ളതുകൊണ്ട് അധികം പണയണ്ട. മിണ്ടാതിരിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കുന്നത്. അത് ചോദിക്കണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും ചോദിച്ചതിന് റീല് എന്തോന്ന് റീല് ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കരുതെന്നാ പറഞ്ഞത്. മറുപടി പറയേണ്ടാത്ത കാര്യം ഒന്ന് ചോദിക്കുന്നത്. രാവിലെ ഇവിടെ വീട്ടിൽ മിണ്ടാ നിൽക്കുന്നേ, ചുമ്മാ നിൽക്കേ. ഇവരെ ആരാ പേടിക്കുന്നത്? ഇവരെ വീട്ടിൽ ഞാൻ പഠിച്ചിട്ട് വന്നാണോ? അല്ലല്ലോ. എന്നിട്ട് അനാവശ്യങ്ങൾ ചോദിക്കുക. അത് ചോദിക്കണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെയും ചോദിക്കുക. അതിന്റെ അർത്ഥം എന്താ? ആരാനോട് ഡിസ്കസ് ചെയ്തിട്ട് വന്നിരിക്കുക. അതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കാണാൻ കുറച്ചറിയാം. ഇത്തരത്തെ ഉദ്വാസം എന്നോട് ചോദിക്കരുത്. സാറിനെ കോട്ട് ചെയ്ത് വന്നുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾക്കൊക്കെ ചോദിക്കാനല്ല, ചോദിക്കാനുള്ള ആളല്ല ഞാൻ. പിന്നെ നിങ്ങൾക്ക് ചോദിച്ചാൽ പറ്റും അല്ലേ? അധികം വേണ്ട കേട്ടോ. ആരുടെ സ്റ്റുഡന്റ് ആയിരുന്നോ? നന്നായിട്ട് നീ പഠിപ്പിച്ചില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ ഒരു വിവാദം ഉണ്ടാക്കാൻ ചോദ്യമായി ചോദിച്ചത്. ഞാനത് തൊട്ടില്ല. പിന്നെ അത് ചോദിക്കുകയാണ്. അപ്പൊ ആ വിവാദം ഉണ്ടാക്കാനാണ്. അതും ഒരിക്കലും നമ്മൾ പരാമർശിക്കാൻ പാടില്ലാത്ത ഒരാളെ പറ്റി. പോട്ടെ. അല്ല, നിങ്ങളുടെ ജോലി ഇതല്ല. അന്തസ്സായ പത്രപ്രവർത്തകനാണ്. ഇതൊന്നും അല്ല ജോലി. ഇതൊക്കെ വെറും എന്തോ പറയുന്നത്. തേർഡ് റേറ്റും അല്ല, അതൊന്ന് പറയുന്നത് ഇതൊന്നും അല്ല പ്രവർത്തനം. ഇതാണ് നിങ്ങൾ പിന്നെ ഇവിടെ എന്റെ വൈഫ് അല്ല എന്താ പിന്നെ എന്റെ വീടായി എന്റെ വീടാണിത്. തനിക്ക് വേണേ പോവാം. നിങ്ങൾക്ക് പോവാം. ഇത് എന്റെ വീടാണ്. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഇവിടെ നിൽക്കത്തില്ലേ? അവരങ്ങനെ സംസാരിക്കാറില്ലല്ലോ മുന്നിൽ നിന്ന്. തേർഡ് റേറ്റ് ആണ്. അതിനേക്കാൾ താഴെയാണ് ഞാനാ പറഞ്ഞത്. നിങ്ങൾ അനാവശ്യം ഇവിടെ കാര്യമായ ഒരു കാര്യം അവർ ചോദിച്ചോണ്ടിരിക്കും. അവിടെ ഒരാൾ ഇങ്ങനെ വന്നിട്ട് നേരത്തെ ആരോട് ഡിസ്കസ് ചെയ്തിട്ട് വരിക. ഇതൊക്കെ എനിക്കറിയാം. ഒന്നും വേണ്ട. കാര്യമുണ്ടോ? കാര്യമുണ്ട് ചോദിക്കാം.